അഗ്നിപരീക്ഷ എന്നാ തുടങ്ങാൻ പോകുന്നതെന്ന് അറിഞ്ഞോ? നാളെ മുതൽ തുടങ്ങുകയാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഷൂട്ടിങ്. അതും 50ഓളം കണ്ടസ്റ്റന്റ്സിനെ വെച്ചുകൊണ്ട്. 50 കണ്ടസ്റ്റന്റോ? അതേ മക്കളെ, ഇത് വമ്പൻ ധമാക്കയാണ് വരാനിരിക്കുന്നത്. മാത്രവുമല്ല, ആരൊക്കെയാണ് കണ്ടസ്റ്റന്റ്സ് എന്ന് അറിഞ്ഞോ? കുറേ പേരുകളുണ്ട്. നമുക്കറിയാന്നുള്ളതും അറിയാത്തതും, അത്യാവശ്യം ഫെയിം ഉള്ളതും ഫെയിം ഇല്ലാത്തതും സാധാരണക്കാരും ഒക്കെ അടങ്ങിയ അടിപൊളി പ്രോഗ്രാമാണ് നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ. നമുക്ക് എന്ന് മുതൽ ടി വിയിൽ കാണാൻ പറ്റുമോ? അത് ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ തുടങ്ങുവാണോ, അതോ ഓഗസ്റ്റ് 16-ാം തീയതി മുതലാണോ നമ്മുടെ BB അഗ്നിപരീക്ഷയുടെ ലോഞ്ച്? ഇത് സംഭവം ഇത്തവണ വേറെ ലെവലായിരിക്കും. കാരണം ഹിന്ദിയും തമിഴും തെലുങ്കും കന്നഡയും മലയാളവും എല്ലാം കൂടി ഒരേ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിലും മിക്ക ഉള്ളതിൽ അഗ്നിപരീക്ഷയുണ്ട്, എല്ലാവർക്കും അഗ്നിപരീക്ഷയുണ്ട്. അതും ഒരു ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിലൊരു ദീപാവലി പൂരം തന്നെ ആയിരിക്കും. ആരാ ഹോസ്റ്റ് എന്നും ജഡ്ജസ് എന്നും കണ്ടസ്റ്റൻസ് എന്നും അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാമോ? പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ നാളെ മുതലാണ് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതെന്ന് അറിയുന്നു. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുകളിൽ, അതായത് 15 to 20 ദിവസം വരെ ഉണ്ടാവാം അതിന്റെ ഷൂട്ടിങ്. നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ കൊച്ചിയിലാണ്, കളമശ്ശേരി പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പൊന്നുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ പുതിയ സെറ്റൊക്കെ എന്തോ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത്, അറിയത്തില്ല കേട്ടോ. അപ്പം കൊച്ചിയിലാണ് ഷൂട്ട്, അത്ര നമ്മൾ അറിഞ്ഞാൽ മതി, നമുക്ക് അത്രയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുകളിൽ ഷൂട്ട് ഉണ്ടാവും. 50ഓളം കണ്ടസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് അറിയുന്നത് കേട്ടോ. 50ഓളം എന്ന് പറഞ്ഞാൽ ഞാനൊരു 50 എന്നൊരു എക്സാക്ട് കണക്ക് പറഞ്ഞാണ്. 40, 45, 50ഓളം കണ്ടസ്റ്റൻസ്, അത്രയും പേരോളം വെച്ച് അഗ്നിപരീക്ഷയിൽ എന്താ ചെയ്യാൻ പോണേന്ന് എനിക്കൊരു പിടിയുമില്ല. കാരണം തെലുങ്കിൽ മാത്രമാണല്ലോ ഓൾറെഡി അഗ്നിപരീക്ഷ വന്നിട്ടുള്ളത്. ആ അഗ്നിപരീക്ഷയിൽ ഏതാണ്ട് 20ഓളം കണ്ടസ്റ്റൻസ്, 21ഓളം കണ്ടസ്റ്റൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. തെലുങ്കിൽ അവർ ആ ഷോ സ്റ്റാർട്ട് ചെയ്ത ദിവസം ഉണ്ടായിരുന്നത്. ഇത് മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം 40-45ഓളം കണ്ടസ്റ്റൻസ് ആണ് ഇതിന് ഉള്ളതായിട്ട് അറിയുന്നത്, 50ഓളം കണ്ടസ്റ്റൻസ്. അപ്പം ഇത് എങ്ങനെ ആൾക്കാരെ ഔട്ടാക്കും? ഇത് എത്ര ദിവസത്തെ ഷോയാണ്? കാരണം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തീർക്കണ്ടേ? ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ട് തോട്ടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി പറയാനുള്ളൊരു കാര്യം, ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്നുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ കുറേ പേരുടെ പേരുകൾ അറിഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. എല്ലാം സാധാരണക്കാരായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സും അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല എല്ലാവരും. അത്യാവശ്യം അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഉണ്ട്, അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് പലരും മിക്കവാറും അഗ്നിപരീക്ഷ തുടങ്ങുമ്പോഴത്തേക്കും ഇവരെ നമുക്കറിയാം, ഇവരെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ആളല്ലേ, ഇവരെ നമുക്കറിയാം. കാരണം അഗ്നിപരീക്ഷയ്ക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അല്ലാതെയൊക്കെ നിൽക്കുന്ന അത്യാവശ്യം കുറച്ചൊരു 10-50K ഫോളോവേഴ്സിനൊക്കെ അകത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 20K ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ അപ്ലൈ. അപ്പൊ അതുപോലത്തേക്ക് ആൾക്കാർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആർക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാരല്ല, കുറെ ഫോളോവേഴ്സും കാര്യങ്ങളും കുറച്ച് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവരും ചിലപ്പോൾ ആർട്ടിസ്റ്റ് മേഖലകളിൽ നിന്നും ഇൻഫ്ലുവൻസേഴ്സ് മേഖലകളിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഒന്നുമേ അറിഞ്ഞുകൂടാത്ത, ആർക്കും ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത നമ്മുടെ സാധാരണ കോമൺ മാൻസും ഉണ്ട്. അപ്പൊ 2 രീതിയിലുള്ള കോമൺ ആൾക്കാർ ഉണ്ടാകും. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, പേരുകളൊക്കെ നമുക്കൊന്ന് ഊഹിച്ച് പറയാം. അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഞാൻ വരുന്നുണ്ട്, വെറൈറ്റി വീഡിയോ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ? ഊഹം മാത്രം. അടുത്ത് ഇനി എന്നാ നമ്മുടെ അഗ്നിപരീക്ഷ TV-യിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പം നാളെ മുതൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-20 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടാവും. എന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നിലവിൽ നമ്മുടെ ഏഷ്യാനെറ്റിലെ കോമഡി കുക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ശനിയും ഞായറും അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രൊമോ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതിയും 2-ാം തീയതിയും രാത്രി 9 മണി മുതൽ 10 മണി വരെ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത ആഴ്ച, അതായത് ഓഗസ്റ്റ് 8, 9 ശനി ഞായർ ദിവസങ്ങളിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം ഫ്രീ ആണ്. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി തുടങ്ങാനുള്ള നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്ത്? അഗ്നിപരീക്ഷ. ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുമെന്ന് പറയുന്നില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ 30 എപ്പിസോഡുള്ള അല്ലെങ്കിൽ 30 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിരിക്കും, ഒരു റിയാലിറ്റി ഷോ ആയിരിക്കും എന്ത്? ബിഗ് ബോസ് അഗ്നിപരീക്ഷ. കാരണം എല്ലാ ദിവസവും നമുക്ക് മിക്കവാറും കാണാൻ പറ്റും. കാരണം ഓഗസ്റ്റ് 8-ന് തുടങ്ങിക്കഴിഞ്ഞാൽ വീക്കെൻഡിൽ മാത്രം ഇടാൻ പറ്റുമെങ്കിൽ പിന്നെ എങ്ങനെ തീരും?
വീക്കെൻഡിൽ മാത്രമാണ് ഇടുന്നതെങ്കിൽ എങ്ങനെ തീരും? അപ്പൊ അതുകൊണ്ട് എപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പഴയ ബിഗ് ബോസ് തെലുങ്ക് അഗ്നിപരീക്ഷ എടുത്ത് നോക്കിയപ്പോൾ അത് എല്ലാ ദിവസവും ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പറയാനുള്ളൊരു കാര്യം, ഓഗസ്റ്റ് 8-ാം തീയതി തുടങ്ങുന്നെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് മെയിൻ സീസൺ വരുന്നത് സെപ്റ്റംബർ 6-നാണ്. നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ സെപ്റ്റംബർ 6-ന്റെ തലേന്ന് സെപ്റ്റംബർ 5-ാം തീയതി വരെയും ഈ പറയുന്ന അഗ്നിപരീക്ഷ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 30 എപ്പിസോഡ് അതിന് കിട്ടുകയും ചെയ്യും. രാത്രി ഒരു 9 മണി സോട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നോർമലി ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയം 9:30 എപ്പോഴും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം വരാനായിട്ട് സാധ്യത ഉള്ളത്. ടി-വിയിലും ഹോട്ട്സ്റ്റാറിലും നമുക്ക് കാണാൻ പറ്റും. ഇനി ബിഗ് ബോസ് ഒക്കെ ഇത്തവണ എല്ലാ സീസണുകളും എടുത്ത് 8 മണിയിലോട്ട് വെക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. കുറെ കൂടി ആൾക്കാർക്ക് ഉണർന്നിരിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി 8 മണിക്കൊക്കെ വെക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാര്യം ഒന്നും കൺഫേം അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി നല്ലൊരു കൂടുതൽ ശതമാനം ചാൻസ് ഉള്ളത് ഓഗസ്റ്റ് 16-ാം തീയതി സൺഡേ തുടങ്ങാനുള്ള ചാൻസ് ആണ്. ഇതിനിടയ്ക്ക് ഒരു വീക്ക് ഗ്യാപ്പ് വരും. എന്നാലും 16-ാം തീയതി സൺഡേ ആണ് നമ്മുടെ ബിഗ് ബോസ് കോമൺ മാൻ. തമിഴിന്റെ പേര് അങ്ങനെയാണ്, ബിഗ് ബോസ് അഗ്നിപരീക്ഷയല്ല, ബിഗ് ബോസ് കോമൺ മാൻ, ഇതിന്റെ സെയിം സാധനം. അവർ 16-ാം തീയതിയാണ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ തമിഴന്മാരുടെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 16-ാം തീയതി കാണാം. ബിഗ് ബോസ് എല്ലാ ലാംഗ്വേജ്, ഇപ്പൊ ഹിന്ദിയും കന്നഡയും തെലുങ്കും തമിഴും മലയാളവും ഒരേ സമയമാണ് തുടങ്ങുന്നത്, ഒരേ ദിവസമാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അഗ്നിപരീക്ഷയും എന്തുകൊണ്ട് അവർക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തുകൂടാ? അപ്പൊ അതുകൊണ്ട് ഓഗസ്റ്റ് 16 അല്ലെങ്കിൽ ഓഗസ്റ്റ് 8 ഈ 2 ഡേറ്റുകൾ നിങ്ങളെ മനസ്സിൽ വെച്ചേക്കൂ. എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ് ഓഗസ്റ്റ് 8 or 16. കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് നിലവിൽ 16-നാണ്. പക്ഷേ 8-ാം തീയതിയിലത്തെ സോട്ട് ഫ്രീ ആണ്. ഇനി അവിടെ സ്റ്റാർ സിംഗർ നീട്ടുകയോ അല്ലെങ്കിൽ വല്ല സീരിയലിന്റെ മെഗാ എപ്പിസോഡ് എടുത്തിടുകയോ ചെയ്യാം. സിമ്പിളായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകൂടെ. പക്ഷെ ഓഗസ്റ്റ് 16-ാം തീയതി നമ്മുടെ പ്രതിച്ഛായ മൂവിയൊക്കെ വെച്ചിട്ടുണ്ട് വൈകിട്ട് 4 മണിക്ക്. അപ്പൊ എല്ലാം കൂടി ഒന്ന് മെഴുകി ഒന്ന് വരും. അപ്പൊ അതിനുവേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ജഡ്ജസ് ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഓൾറെഡി 4 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 പേര് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം. സോഷ്യൽ മീഡിയ ബസ്സുകൾ പ്രകാരം സാബുമോൻ ഫ്രം സീസൺ 1 വിന്നർ, രഞ്ജിനി സീസൺ 1, റിയാസ് സീസൺ 4, അഖിൽ മാരാർ സീസൺ 5 വിന്നർ. ഇവർ ഇത്രയും പേരുടെ പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ 3 പേര്, 4 പേരുണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇവരിൽ ആരെങ്കിലും 3 പേര്. കൂടുതൽ ചാൻസും സാബുമോനും രഞ്ജിനിക്കും അഖിൽ മാരാർക്കുമാണ് കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ സാബുമോനും രഞ്ജിനിയും റിയാസും, അഖിൽ മാരാർ ഓർ റിയാസ്, ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വരാൻ സാധ്യത ഉള്ളത്. ഇനി അടുത്ത് ആങ്കർ റനീഷയാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ഞാൻ ഓൾറെഡി 2 പേര് നിങ്ങളുടെ ആങ്കറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ജന നമ്പ്യാർ ആണ് ഞാൻ ആദ്യം പറഞ്ഞ പേര്. രണ്ടാമത് ഞാൻ നിങ്ങളുടെ റനീഷയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജന നമ്പ്യാറിന്റെ ചാൻസ് ഇപ്പോൾ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അഞ്ജന നമ്പ്യാർ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ക്രൂവിനകത്തുള്ള ഒരാളല്ലേ, ബിഗ് ബോസിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് വന്ന് ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കേസാണ്. ചാൻസസ് കുറവുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ അഞ്ജന നമ്പ്യാരുടെ പേര് മാറ്റുന്നത്. ഞാൻ ഇപ്പോഴും റനീഷയിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുവാണ്. റനീഷ തന്നെ ആയിരിക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ റനീഷ തന്നെ ആവാനാണ് സാധ്യത. എന്തിന്? അഗ്നിപരീക്ഷയുടെ ആങ്കർ റനീഷ ആയിരിക്കും. കാരണം ജഡ്ജായിട്ട് ഇപ്പൊ സാബുമോനും രഞ്ജിനിയും റിയാസും അഖിൽ മാരാറും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ആങ്കർ ചെയ്യാൻ ബെസ്റ്റ് റനീഷ തന്നെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഗ്രാൻഡ് ലോഞ്ചിലെ ടാസ്ക് ഒക്കെ റനീഷയാണ്. അവിടെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരാൾ റനീഷ തന്നെയാണ്. ഇത്തിരി ആക്റ്റീവായിട്ട് ചാടി പാഞ്ഞെന്താ പറയുക, ചിരിച്ച് കളിച്ച ആ ഒരു വൈബ് നമുക്ക് കിട്ടും. അഞ്ജന നമ്പ്യാർ ആണെങ്കിൽ വൈബ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞൂടെ. ബിഗ് ബോസ് സാധനം കിട്ടും. പക്ഷെ റനീഷയാണെങ്കിൽ ആ ഒരു വൈബ് അവരെ കുറച്ചുകൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഗെയിം കളിക്കാൻ വരുന്നവർക്കും ടാസ്ക് പ്രിപ്പയർ ചെയ്യാൻ, ടാസ്ക് എന്താ പറയുക, കളിക്കാൻ നിൽക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യും, ഒന്നും കൂടി ഒരു മോട്ടിവേഷൻ സാധനം റനീഷയുടെ ഭാഗത്തുനിന്ന് കിട്ടും. കാരണം നമ്മൾ റനീഷ ബിഗ് ബോസിനകത്ത് കണ്ടതാണ്. ബിഗ് ബോസിനകത്ത് 100 ദിവസം നമ്മൾ റനീഷയുടെ സ്വഭാവം കണ്ടതാണ്. അതിനുശേഷം റിയാലിറ്റി ഷോസിൽ നമ്മൾ മറ്റേ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ പോലെ റനീഷ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കാം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓഗസ്റ്റ് 8 ഓർ ഓഗസ്റ്റ് 16. ഓഗസ്റ്റ് 8 ശനിയും ഓഗസ്റ്റ് 16 ഞായറുമാണ് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞാണ് ഈ 2 ഡേറ്റുകൾ ഓർത്ത് വെച്ചോളൂ. 20 എപ്പിസോഡെങ്കിലും കുറഞ്ഞതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 16 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 20-21 എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും സെപ്റ്റംബർ 5 ആവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാനൊരു 2-3 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 16 ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാനാണ്
ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ ഒരു വീഡിയോയും നമ്മളിടുന്ന അപ്ഡേറ്റുകളൊക്കെ ഏതാണ്ട് കറക്റ്റ് ആവാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മുടെ അഗ്നിപരീക്ഷയോടെ എത്തി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ August 16 എല്ലാം കൂടി ഞാൻ നോക്കുമ്പോൾ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് August 16 തന്നെയാണ്. കുറേ നാൾക്ക് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോയാണ്. August 16 ബിഗ് ബോസ് 8 ഗ്രാൻഡ് ലോഞ്ച്, കോമണേഴ്സ് അപ്ലൈ ചെയ്യൂ, പ്രൊമോ ഉടൻ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അപ്പം ഒരു പക്ഷേ August 16 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എന്തായിരിക്കാം, ബിഗ് ബോസിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് അറിയില്ലല്ലോ, അന്ന് നമുക്ക് അഗ്നിപരീക്ഷ വരുമെന്ന് പോലും അറിയില്ല, പ്രൊമോ പോലും വന്നിട്ടില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നോക്കാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ വരും എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാം. വെറൈറ്റി രീതികളിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൺഫർമേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പ്രഡിക്ഷനും അതുപോലെ തന്നെ സാധ്യത കൂടുതലും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കിട്ടും. ഞാനൊരു കാര്യങ്ങളും കൺഫേം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറേ വർഷത്തെ നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും, റിവ്യൂ ചെയ്തിട്ടുള്ള നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക, കമൻറ്റ്സ് പറയുക, ലൈക്ക് ചെയ്യണം വീഡിയോ, ഷെയർ ചെയ്യണം വീഡിയോ. ഹൈപ്പ് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തത്തുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.